എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിന്റെ ഇന്നത്തെ ഗൈഡൻസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസും കണക്റ്റ് ആവണമെന്നില്ല. കണക്റ്റ് ആവുന്ന മെസ്സേജസ് മാത്രം എടുക്കുക. പേജ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ് ആദ്യമേ വന്നിരിക്കുന്നത്. ഫോർ ഓഫ് സോർട്സ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് സോർട്സ്, 10 ഓഫ് സോർട്സ്. ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ കൂടുതലും സോർട്സിന്റെ കാർഡുകളാണ്. അപ്പോൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന പേജ് ഓഫ് സോർട്സിന്റെ ഒരു എനർജിയാണ്. ഈ കാർഡ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ബുദ്ധിപരമായി മാത്രം കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത്. ഇമോഷണലി ഒരു കാര്യത്തിനും ഒരു തീരുമാനവും എടുക്കരുത്. ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും ഇമ്പോർട്ടൻസും കൊടുക്കരുതെന്ന് പറയുന്നു. അതുപോലെ നിങ്ങളുടെ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. എല്ലാ കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കയറി അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റുള്ളവരെ നിങ്ങളുടെ വാക്കുകളെ ഓടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാത്തിനും കയറി റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കില്ല കേൾക്കുന്ന ആൾക്കാരെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക ഇന്നത്തെ ദിവസം. അടുത്തത് 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. എന്ത് വില കൊടുത്തും ഒരു വിജയം നിങ്ങൾ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് വില കൊടുത്തും അവിടെ ജയിച്ചു നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിജയം എന്ത് വില കൊടുത്തും നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. അതിന് ഒരാളെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പല ആളുകൾ പല രീതിയിലാണ് നമ്മളോട്, ചില ആളുകൾ നമ്മളോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തില്. അപ്പോൾ നിങ്ങൾ അത് കരുതിയിരിക്കണം എന്ന് പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു ചതി പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങളുടെ വിജയം നിങ്ങൾ ഉറപ്പാക്കിയേ പറ്റൂ. അല്ലെ അതിനായിരിക്കണം കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പേടിയാവാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറെ നാളുകളായിട്ട് ഭയപ്പെടുന്നുണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കാര്യത്തെ നിങ്ങൾ എന്താ പറയുന്ന ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ചില ആളുകളോടുള്ള ഒരു വിധേയത്വമാവാം, ചില ആളുകളോടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം. അങ്ങനത്തേക്ക് ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചിട്ട് ആ ഒരു ഇതിൽ നിന്നും പുറത്തു കടന്ന് പുതിയൊരു പാതയിലേക്ക്
സഞ്ചരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ അടിമപ്പെട്ടു പോയിട്ടുണ്ടാവും. കാരണം അവരുടെ അഭിപ്രായങ്ങൾ അല്ലെ അവരുടെ നിയന്ത്രണത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാര്, അല്ലെങ്കിൽ ചില ആളുകളുടെ സ്വാധീനം, അവർ പറയുന്ന വാക്കുകൾ മാത്രം നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം അതൊന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു വിധേയത്വം നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പല ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളൊരു വൈകാരികമായ ഒരു വലയത്തിൽ പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി കിട്ടാത്തത്, അല്ലെങ്കിൽ ഒരു വഴി കാണാൻ നിങ്ങൾക്ക് പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ മുന്നിലുള്ള വഴി തെളിയിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വഴി തെളിഞ്ഞു കിട്ടും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട ആളുകളല്ല. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളാണ്. അതിനുള്ള കഴിവും അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട ആളുകളല്ല എന്നാണ് പറയുന്നത്. മുന്നോട്ട് തന്നെ പോകണം. അതിനുള്ള എല്ലാ വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളൊന്ന് അതിനു വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുക. അല്ലെങ്കിൽ ഈ സ്വാധീന വലയങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായ പല പ്രശ്നങ്ങളിൽ നിങ്ങളെ സ്റ്റക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി വിടുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക. അപ്പൊ നിങ്ങൾക്ക് മുന്നിലുള്ള വഴികൾ തെളിഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതൊന്ന് ഫ്ലോ ആയി നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പേജ് ഓഫ് വാൻസിന്റെ എനർജി വന്നേക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും മുന്നേ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പൊടിതട്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കൂടുതൽ ആൾക്കാരും സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അത് നിർത്തിവെക്കുകയോ എന്തെങ്കിലും കാരണങ്ങളൊക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അനാരോഗ്യകരമായ കാര്യങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡ് ഡിസ്റ്റർബൻസ് കൊണ്ടാവാം, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതിനെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആളുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ചില ആൾക്കാർ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ യോഗ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പിരിച്വൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അതെല്ലാം മതിയാക്കി വെച്ചിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങളെ തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് റീജനുവേറ്റ് ചെയ്യാണ്, ഒന്ന് പുതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെയും ബോഡിയെയും നിങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് സോൾസിന്റെ എനർജിയാണ്. ഇന്ന് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി കിട്ടും. പല കാര്യങ്ങൾക്കും കാരണം നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി കിട്ടും, വ്യക്തത കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തനിയെ വരും. കാരണം പലപ്പോഴും നിങ്ങളുടെ ഈ കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ബാക്കിലേക്ക് പോകേണ്ടി വന്നത്. മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അവരെന്നെ തടസ്സപ്പെടുത്തി ഇന്ന കാരണം കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതിന്റെ ആവശ്യകതയില്ല. കാരണം നമ്മളുടെ കോൺഫിഡൻസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും ലഭിക്കും, അല്ലെ എല്ലാ കോൺഫിഡൻസും നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് നോക്കി കാണുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിനെ കുറിച്ച് ഒട്ടും ഭയപ്പെടരുത് എന്നാണ് പറയുന്നത്. നമ്മളെ ഭയമാണ് നമ്മളെ പല സ്ഥലങ്ങളിലും സ്റ്റക്കാക്കി നിർത്തുന്നത്. അപ്പൊ ആ ഭയം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ തയ്യാറായി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റും.
പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മാത്രമേ പ്രശ്നമുള്ളെന്ന്. പക്ഷെ എല്ലാ ആളുകളുടെ ലൈഫിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണത്രയും കാലം അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യാം. 10 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. എല്ലാം ഏറ്റുവാങ്ങി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, നമ്മുടെ കർമ്മ എല്ലാം നമ്മൾ ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനകത്തുനിന്നൊരു പുനർജന്മമാണ്, അല്ലെ പുതിയൊരു ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻഡാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ള ഒരു സമയം ഒരുക്കി തന്നിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് നിങ്ങൾ ഒരു പുതിയ ഉണർവിലേക്ക് പോകുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇതൊരു എൻഡിന്റെ എനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തരണം ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. കാരണം കർമ്മ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഫേസ് നിങ്ങൾക്ക് ഇവിടെ അവസാനിച്ച് പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വളരെ കോൺഫിഡൻസോടും വളരെ ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് കണക്ട് ആവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് വരട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് അതിനെന്തായാലും ഒരു അനുഗ്രഹം തരും. അപ്പൊ അതെല്ലാവർക്കും കിട്ടട്ടെ. നന്ദി, നമസ്കാരം.